നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ സമാനതകളില്ലാത്ത വിധമുള്ള വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. വിഭവ സമാഹരണത്തിന് ശേഷിയില്ലാത്തതിനാൽ സാമ്പത്തികപരമായ നിരവധി പ്രശ്നങ്ങൾ, വിലക്കയറ്റം, ഒപ്പം രാഷ്ട്രീയമായ അസ്ഥിരതകൾ, അയൽപക്കത്ത് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലുള്ള വലിയ അസ്വസ്ഥതകൾ, അഫ്ഗാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ പ്രതിസന്ധികൾ, ഇതൊക്കെ ആ രാജ്യത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. സമാനതകളില്ലാത്ത തരത്തിൽ ബഹുതല പ്രതിസന്ധികളിലൂടെ ആ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബലൂചിസ്ഥാൻ, നമുക്കറിയാം പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. അവർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ സാമ്പത്തിക മേഖല കടുത്ത തകർച്ച നേരിടുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. വിതരണ ശൃംഖലയടക്കം തടസ്സപ്പെടുന്നു. പ്രധാന വ്യവസായ കേന്ദ്രമായ പഞ്ചാബിലെ ഉൽപ്പാദന മേഖല സ്തംഭനാവസ്ഥയിലായിരിക്കുന്നു. ബലൂചിസ്ഥാനിലൂടെ കടന്നുപോകുന്ന ഊർജ്ജ വിതരണത്തെയും അസംസ്കൃത വസ്തുക്കളെയും ആശ്രയിച്ചാണ് പഞ്ചാബിലെ ഈ വ്യവസായങ്ങളൊക്കെ നിലനിന്നിരുന്നത്. ഈ സ്തംഭനാവസ്ഥ യുദ്ധത്തേക്കാൾ വലിയ ആഘാതം ആ രാജ്യത്തിനുണ്ടാക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ബലൂചിസ്ഥാനിൽ നിന്ന് പഞ്ചാബിലേക്ക് എത്തിച്ചിരുന്ന LNG, കൽക്കരി എന്നിവയുടെ വിതരണം പൂർണ്ണമായും നിലച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ധനവും അസംസ്കൃത വസ്തുക്കളും ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചാബിലെ പല ഫാക്ടറികളും ഇതിനകം തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു എന്നുള്ള ഏറ്റവും നിർണായകമായ പ്രതിസന്ധി ആ രാജ്യത്തിലൂടെ കടന്നു പോവുകയാണ്. ലോകത്ത് തന്നെ അപൂർവ ധാതുക്കളുടെയും സ്വർണം, ഗ്യാസ് എന്നിവയുടെയൊക്കെ വൻ ശേഖരമാണ് ബലൂചിസ്ഥാനിലുള്ളത്. ഇത് പൂർണ്ണമായും പാകിസ്ഥാന് നഷ്ടപ്പെടുന്നു. അത് ആ ഭരണകൂടത്തെ പാപ്പരാക്കും എന്നുള്ളതാണ്. ആ മുന്നറിയിപ്പ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന തരത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആലോചിക്കണം, ഒരു രാജ്യത്തിൻ്റെ ഭാഗമായ പ്രവിശ്യയാണ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മാറുന്നത്. POKയിൽ വലിയ പ്രക്ഷോഭത്തിന് പാകിസ്ഥാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അവിടെ മാധ്യമങ്ങൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ വലിയ തിരിച്ചടിയാണ്. അവിടെയും അവരും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരമുണ്ട്. മറ്റൊന്ന്, നമ്മൾ ജലയുദ്ധം പാകിസ്ഥാനോട് പ്രഖ്യാപിച്ചതാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ കാർഷിക മേഖല ഗുരുതരമായി അവസാനിക്കുന്നു. സിന്ധിലെ ജലസംഭരണികളിൽ വെള്ളത്തിൻ്റെ അളവ് ഗുരുതരമാം വിധം താഴുകയാണ്. ഒപ്പം പ്രാദേശികമായി രാജ്യത്തിനകത്ത് ഭരണാധികാരികൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, അതിൽ പ്രധാനം അസിം മുനീർ എന്ന സൈനിക മേധാവിയുടെ വലിയതോതിലുള്ള ഇടപെടലുകളാണ്. ഇതിനെതിരെ അവിടുത്തെ നേതാക്കന്മാർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് പ്രധാനം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളുടെ നടുവിലാണ് പാകിസ്ഥാൻ. അതുമാത്രമല്ല, ഇപ്പോൾ ഉണ്ടാകുന്ന പശ്ചിമേഷ്യ യുദ്ധം അവരുടെ ഇന്ധന പ്രതിസന്ധി വലിയ തോതിലുള്ള വ്യത്യാസം വരുത്തിയിരിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ആ രാജ്യം നമ്മളോട് ഏറ്റുമുട്ടാൻ വന്നു. ഇപ്പോൾ അവർ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. തലക്കെട്ടുകൾ നോക്കാം. അടിച്ചും തിരിച്ചടിച്ചും ഇറാനും അമേരിക്കയും. തുടർച്ചയായ 6ാം ദിവസവും ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്ക ബന്ദർ അബ്ബാസ് നഗരത്തിലെ പവർ പ്ലാന്റുകളും റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. 7 പേർ കൊല്ലപ്പെട്ടു. ബഹ്റൈനിലും കുവൈറ്റിലും ആക്രമണം നടത്തി ഇറാന്റെ മറുപടി. ഇസ്രായേലിനെതിരെ പരസ്യ വിമർശനവുമായി അമേരിക്ക. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത് ഇസ്രായേലെന്ന് JD വാൻസ്. There's this Time article that came out yesterday. A friend sent it to me. It's like worth reading because it lists a bunch of people who have quite literally been paid by a former Trump campaign person who was himself paid by certain elements within the Israeli government. ഇസ്രായേലിനെതിരെ അമേരിക്ക രംഗത്ത് വരുന്നത് ആദ്യമായി. ചെങ്കടലിലേക്കുള്ള കവാടമടച്ചിടാൻ ഇറാന്റെ ശക്തമായ നീക്കം. എണ്ണക്കടത്തിന്റെ പ്രധാന പാതയായ ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ ഹൂതികൾ ഇടപെടും. ലോകത്തെ എണ്ണവാതക വിതരണത്തിൽ വലിയ പ്രാധാന്യമുള്ള പാത. സൗദി യമനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ പാത അടയ്ക്കുമെന്ന് ഹൂതികൾ. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെതിരെ രൂക്ഷ വെല്ലുവിളിയുമായി ജാമിയത്ത് ഉലമ ഇസ്ലാം തലവൻ. സൈനിക മേധാവിക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ താല്പര്യമുണ്ടെങ്കിൽ യൂണിഫോം അഴിച്ചുവെച്ച് രാജിവെക്കണമെന്ന് മൗലാന ഫസൂർ റഹ്മാൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വെല്ലുവിളി. നീറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. 58% പെൺകുട്ടികൾ. +1 പരീക്ഷാഫലം വൈകിട്ട്. ലീഗ് മന്ത്രിമാരുടെ യോഗം പാണക്കാട് ചേരുന്നു. PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദങ്ങളും പരിഗണിക്കും.
രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ ഇന്ന് SIT റിപ്പോർട്ട് സമർപ്പിക്കും. ക്ഷേത്ര ഭരണസമിതിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ റിപ്പോർട്ടിലുണ്ടെന്ന് സൂചന. ജൂലൈ 15-ന് SITക്ക് അനുവദിച്ച സമയം പൂർത്തിയായി. ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ പവർ ട്രെയിൻ പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദിനും സോനിപ്പത്തിനുമിടയിൽ സർവീസ്. ഹൈഡ്രജൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗതാഗതമെന്ന അപൂർവ നേട്ടത്തിലേക്ക് ഇന്ത്യയും. ഇനി രാമായണ ശീലുകൾ മുഴങ്ങും. രാമായണ മാസാചരണത്തിന് ഇന്ന് തുടക്കം. ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ. മുൻകൂർ ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന് പ്രോസിക്യൂഷൻ. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന SIT റിപ്പോർട്ടും പരിഗണിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി മുടക്കം തുടരുന്നു. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് കാരണമെന്ന് KSEB. പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ചീമേനി പദ്ധതി വീണ്ടും പരിഗണിച്ച സർക്കാർ. ഇന്ത്യയുടെ ആകാശ് മിസൈലിൽ വിശ്വസിച്ച് മധ്യേഷ്യൻ രാജ്യങ്ങൾ. താജിക്കിസ്ഥാനിലേക്കും തുർക്ക്മെനിസ്ഥാനിലേക്കും കയറ്റുമതിക്ക് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രാലയം. തുടർച്ചയായി 6ാം ദിവസവും ഇറാനിൽ അമേരിക്കയുടെ കടുത്ത ആക്രമണം തുടരുകയാണ്. ബന്ദർ അബ്ബാസ് നഗരത്തിലെ പവർ പ്ലാന്റുകളും റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും അമേരിക്ക തകർത്തു. 7 പേർ മരിച്ചു എന്നുള്ളതാണ് അതിനിർണായകമായ വിവരം. 9 പേർക്ക് പരിക്കേറ്റു. ഇറാൻ ബഹ്റിനിലും കുവൈറ്റിലും പ്രത്യാക്രമണങ്ങൾ നടത്തി. ഖത്തറിൽ മിസൈൽ അവശിഷ്ടം വീണ് ഒരു കുഞ്ഞിന് പരിക്കേറ്റു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് മടങ്ങില്ലെന്ന് ഇറാന്റെ വെല്ലുവിളിയും പ്രധാനമാണ്. ഇതിനിടെ ഇറാനുമായുള്ള US സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത് ഇസ്രയേലാണെന്ന് JD വാൻസ് കുറ്റപ്പെടുത്തി. അത് വളരെ പ്രധാനമാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, കടുത്ത ആക്രമണം തുടരുന്നു പശ്ചിമേഷ്യയിൽ. ഇറാന്റെ പ്രത്യാക്രമണം നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലാണ്. തുടർച്ചയായ 6ാം ദിവസമാണ്. എന്താണ് സംഭവിക്കുന്നത്? ഹോർമുസിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ ഇരുപക്ഷങ്ങളുടെയും കുറ്റപ്പെടുത്തലുകൾ. രഞ്ജിത്ത്, പശ്ചിമേഷ്യയിൽ ഒരു തരത്തിലും ആശ്വാസത്തിന് വകയില്ല. ശക്തമായിട്ടുള്ള ആക്രമണം തന്നെ 6ാം ദിവസവും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6ാം ദിവസത്തെ ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നാണ് US സെൻട്രൽ കമാൻഡ് അവരുടെ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ സമയം കൊണ്ട് തന്നെ ഇറാനിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആക്രമണം നടന്നത് ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന നഗരത്തിലാണ്. ഇവിടെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു പാലം, അതുപോലെ തന്നെ പല പവർ പ്ലാന്റുകൾ എന്നിവ തകർക്കപ്പെട്ടു എന്നാണ് വിവരം. ബന്ദറി ഖാമിർ എന്ന് പറയുന്ന ഒരു പാലം പൂർണ്ണമായിട്ട് തകർന്നു വീണിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 9 പേരിലധികം ആളുകൾക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ആരോഗ്യ മന്ത്രാലയം 30-ലധികം പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് അമേരിക്ക ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ കൂടുതൽ ജീവനുകൾ പൊലിയുന്നതാണ് നമുക്ക് കാണാനാകുന്നത്. പ്രധാനമായിട്ടും ഇറാൻ ഹോർമുസ് കടലിലേക്ക് തങ്ങളുടെ നിയന്ത്രണം വ്യാപിപ്പിക്കുന്ന സിറിക്ക്, ബന്ദർ അബ്ബാസ്, അതുപോലെ ബുഷഹർ എന്നീ നഗരങ്ങളിലേക്കായിരുന്നു US-ന്റെ ആക്രമണം. ഈ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ വഴിയും അതുപോലെ മിസൈൽ ഡ്രോൺ നിർമ്മാണശാലകൾ വഴിയും ഹോർമുസിൽ ഇറാൻ തങ്ങളുടെ സ്വാധീനം കടുപ്പിച്ചിരുന്നു. ഇതിലൂടെ, ഈ ആക്രമണങ്ങളിലൂടെ ഹോർമുസിൽ അമേരിക്ക തങ്ങളുടെ ഉപരോധം കൂടുതൽ കടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഹോർമുസിന് വേണ്ടി അമേരിക്കയും ഇറാനും പരസ്പരം വടംവലി കൂടുന്നത് കാരണം ഇപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിൽ മാറ്റമുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന നിലയിൽ നിന്ന് ഇപ്പോൾ $1 കൂടി $85 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലേക്ക് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. അതുപോലെ ഇറാൻ പ്രത്യാക്രമണമായിട്ട് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. ബഹ്റൈനിൽ US-ന്റെ ഒരു എയർക്രാഫ്റ്റ് തകർന്നു എന്ന് IRGC അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ ഖത്തറിലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖത്തറിലേക്ക് നിരവധി മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഖത്തറിന്റെ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോഴും മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ മിസൈൽ അവശിഷ്ടം വീണ് അവിടെ ഒരു കൊച്ചു കുഞ്ഞിന് പരിക്കേറ്റതായിട്ടും അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ഒരു സൈനിക വക്താവ് തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്, അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ച് തങ്ങൾ ആക്രമണം നടത്തും എന്നുള്ളത്. അതുപോലെ ഹോർമുസിന്റെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുകൂടി ഇറാൻ വീണ്ടും ഉറപ്പിച്ചു
ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ലോക വിപണിയിലേക്ക് പ്രതിദിനം 2.1 കോടി ബാരൽ ക്രൂഡ് ഓയിൽ എത്തുന്ന ഒരു പാത കൂടിയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ യമനിലെ ഹൂതി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ചെങ്കടലിലേക്കുള്ള കവാടമടച്ചിടാൻ കൂടി നീക്കം നടത്തുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് പ്രതിദിനം 40 മുതൽ 60 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ നീക്കമുള്ള പാതയാണ് ഈ ബാബ് അൽ മന്ദബ് എന്ന് പറയുന്നത്. യമനെയും ജിബൂട്ടിയെയും വേർതിരിക്കുന്ന 18 മൈൽ വീതിയുള്ള പാതയാണ് ഇവിടെ. ഈ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ പുതിയ സമ്മർദ്ദ നീക്കമാണ് ഇറാനും ഹൂതികളും നടത്തുന്നത്. ഹൂതികൾ ഇറാന്റെ സഖ്യകക്ഷികളാണ്. ഇറാൻ പറഞ്ഞാൽ അവർ അനുസരിക്കും. ചെങ്കടലിലെ എണ്ണക്കടത്തിൻ്റെ പ്രധാന പാതയായ ബാബ് അൽ മന്ദബ് അത് നേരിട്ടുള്ള നിയന്ത്രണം ഇറാനില്ല. അതുകൊണ്ട് തന്നെ ഹൂതികളെ ഉപയോഗിച്ച് അത് തടയാനാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എണ്ണവാതക വിതരണത്തിൽ ഈ പാതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചെങ്കടലിലെയും ഏതൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ പാതയാണ്. ഇവിടെ വേണമെങ്കിൽ ഹൂതികൾക്ക് നിയന്ത്രണം ഏറ്റെടുക്കാം. സൗദി യമനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഈ പാത അടക്കുമെന്നാണ് ഇപ്പോൾ ഹൂതികളുടെ മുന്നറിയിപ്പ് എന്നാണ് ഇപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പാത കൂടി തടഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിപ്പോവുക എന്ന വഴി മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അതൊക്കെ വലിയ ചിലവാണ് ഈ കപ്പൽ കമ്പനികൾക്ക് എന്നുള്ളതാണ്. അത് 10-15 ദിവസം കൂടി ചരക്ക് നീക്കത്തിൽ അധികം എടുക്കാൻ ഇതിന് ഇടയാവുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്കറിയാം, ചെങ്കടൽ വളരെ പ്രധാനപ്പെട്ട പാതയാണ് അജയ്. അവിടെ അപ്പുറത്ത് ഹോർമുസുമായി ബന്ധപ്പെട്ട ഹോർമുസിന് സമീപമുള്ള കേന്ദ്രങ്ങൾ, ഇറാന് താല്പര്യമുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഹോർമുസിലെ ഇറാന് നിയന്ത്രണം ഇല്ലാതാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴാണ് സമാന്തരമായ മറ്റൊരു നീക്കം ഹൂതികളെ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്നത്. അത് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കും. ഇന്നിപ്പോൾ നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഈ ബന്ദർ അബ്ബാസ് കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് ലോകരാജ്യങ്ങൾ മാറും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഫെബ്രുവരി 28-ാം തീയതിയാണ് അമേരിക്കയും അതുപോലെ ഇറാനും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത്. അതിനുശേഷം അപ്പോൾ മുതൽ തന്നെ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ ഒന്ന് മറികടക്കാൻ വേണ്ടി പല ഗൾഫ് രാജ്യങ്ങളും സ്വീകരിച്ച വഴിയായിരുന്നു ഈ ബാബൽ മാൻഡേബ് എന്ന് പറയുന്ന കടലെടുക്ക്. അതായത് ചെങ്കടൽ വഴി ചെങ്കടലിനെ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഈ കടലെടുക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഇതുവഴി ചരക്ക് നീക്കം നടത്തുകയാണെങ്കിൽ ഹോർമുസ് വഴി ഉണ്ടാക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുമായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ ബാബൽ മാൻഡേബിനെ ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ ഒരു ചരക്ക് നീക്കത്തിൻ്റെ ഹബ്ബായി ആശ്രയിക്കാൻ തുടങ്ങി. സൗദി അവരുടെ പ്രത്യേക പൈപ്പ് ലൈൻ വഴി ഈ ഇപ്പോൾ ഓയിലാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ബാബൽ മാൻഡേബിലേക്ക് എത്തിച്ച് അതുവഴി കപ്പൽ മാർഗം അത് യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതുവഴി ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് അധികം പ്രയോജനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ നാടുകളിലേക്കും ഈ ചരക്കുമതി വലിയ തോതിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചു. ലോകത്തിൻ്റെ ആകെ എണ്ണ വ്യാപാരത്തിൻ്റെ 7% നടക്കുന്നത് ബാബൽ മാൻഡേബ് വഴിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗൾഫ് നാടുകൾ ഹോർമുസിനെ ആശ്രയിക്കാതെ ബാബൽ മാൻഡേബിനെ ആശ്രയിക്കാൻ തുടങ്ങിയത് കാരണം കൂടിക്കൊണ്ടാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്താൻ സാധിച്ചത്. ഇറാൻ ഇടയ്ക്ക് വെച്ച് ആദ്യഘട്ടത്തിൽ ആക്രമണം തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില $200 പെർ ബാരലിൽ എത്തിക്കുമെന്നുള്ളത്. പക്ഷേ ഗൾഫ് നാടുകളാണെങ്കിലും യൂറോപ്യൻ നാടുകളാണെങ്കിലും ബാബൽ മാൻഡേബിനെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഈ പദ്ധതി അത് നടക്കാതെയായി. പക്ഷേ ഈ പ്രത്യേകിച്ച് ആ ഒരു ഘട്ടത്തിലാണ് യമനിലെ ഹൂതി വിഭാഗക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇത്തരം ഒരു നീക്കം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ യമനും സൗദി അറേബ്യയും തമ്മിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അണപൊട്ടി ഒരു പുതിയൊരു പ്രശ്നത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹൂതി വിമതർ സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്തുന്നു, സൗദി തിരിച്ച് യമനിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ശത്രുത അത് വീണ്ടും ഒന്ന് പൊലിപ്പിച്ചെടുത്തുകൊണ്ട് ഈ ഹൂതി വിമതരെ കൂടി കരുവാക്കി ബാബൽ മാൻഡേബിലേക്ക് തങ്ങളുടെ നിയന്ത്രണം കൊണ്ടുവരികയാണ് ഇറാന്റെ ഇപ്പോഴുള്ള ലക്ഷ്യമെന്ന് നമുക്ക് കാണാനാകും. തീർച്ചയായും നമുക്ക് എന്താണ് ഈ ചെങ്കടലിന്റെ പ്രാധാന്യം എന്നതുകൂടി നമ്മുടെ ഓഫ്ലൈൻ ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടി നോക്കണം. ഹോർമുസ് കടലിടുക്കിന് പുറമെ ബാബ് അൽ മന്ദേബ് കടലിടുക്കും തങ്ങൾ സ്തംഭിപ്പിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ
ഹൂതികളുടെ സഹായത്തോടെയാണ്. സുയസ് കനാൽ വഴി മെഡിറ്ററേനിയനിൽ നിന്നുള്ള ചെങ്കടലിലേക്ക് കടക്കുന്ന കപ്പലുകളും ഗൾഫ് ആഫ്രിക്കൻ തീരമേഖലകളിൽ നിന്നുള്ള കപ്പലുകളും ചെങ്കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുന്ന കടലിടുക്കാണിത്. പ്രധാനപ്പെട്ട പാതയാണ്, തന്ത്രപ്രധാനമാണ്. നേരത്തെ പറഞ്ഞ പോലെ 50-60 ലക്ഷം ബാരൽ എണ്ണ ഒരു ദിവസം കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ബാബ് അൽ മൻദേബ് എന്ന് പറയുന്നത്. ലോകത്തെ ഊർജ്ജ വിതരണത്തിൻ്റെ ഏകദേശം 7% ചെങ്കടൽ വഴിയാണ് നടക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. സൗദി അറേബ്യ പ്രത്യേകിച്ചും തങ്ങളുടെ ഊർജ്ജ കയറ്റുമതിയുടെ 70% ചെങ്കടലിലെ യാൻബൂ തുറമുഖം വഴിയാണ് നിലവിൽ തിരിച്ചുവിട്ടിരിക്കുന്നത്. അതിനാൽ ഹൂതികളുടെ നീക്കം ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കാൻ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഇറാൻ ഇവിടെ നേരിട്ട് നിയന്ത്രണമില്ല, പക്ഷേ ഇറാനേക്കാൾ ഇവിടെ സ്വാധീനം ഹൂതികൾക്കാണ്. ഇറാൻ പറഞ്ഞാൽ എന്തും കേൾക്കുന്ന ഇറാൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് യമനിലെ ഹൂതികൾ. ഹൂതികൾ ഇപ്പോൾ തന്നെ സൗദിയുമായി ബന്ധപ്പെട്ട് വലിയ യുദ്ധത്തിലാണ്. ഇറാൻ്റെ നിയന്ത്രണം ഇല്ലെങ്കിൽ പോലും സ്വന്തം തീരത്ത് നേരെ ദൂരെയാണ്. പക്ഷേ പരോക്ഷമായും അസാധാരണ വഴികളിലൂടെയും അവിടെ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇറാന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിൽ ബാബൽ മൻദേബിന് തൊട്ടടുത്തുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. ഇതിനോടകം തന്നെ അവർ കപ്പലുകളെ ആക്രമിക്കാനായി കപ്പൽഭേദ മിസൈലുകൾ, ഡ്രോണുകൾ, കടൽ മൈനുകൾ തുടങ്ങിയ ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞു. അതിൻ്റെ തിക്തഫലങ്ങൾ പല കപ്പൽ കമ്പനികളും രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവിടെ കടലിടുക്കിൽ കനത്ത സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ട് ഇറാന് പിന്തുണയുമായി ഏത് നിമിഷവും രംഗത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെയും മറ്റ് ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങളെയും ആ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ 1-2 ആക്രമണം ഉണ്ടായാൽ പോലും കപ്പൽ ഗതാഗതം കാര്യമായി ബാധിക്കും. എണ്ണ ടാങ്കറുകളെയോ ചരക്ക് കപ്പലുകളെയോ ആക്രമിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇൻഷുറൻസ് ചെലവ് കുതിച്ചുയരും. കപ്പൽ കമ്പനികൾ ഈ പാത ഒഴിവാക്കും. അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയാത്തത്ര വിധം അപകടകരമായ വിധത്തിൽ ഈ പ്രദേശത്തെ നിയന്ത്രിക്കാനുള്ള, അതായത് ചില ഭാഗത്തൊക്കെ വീതി വളരെ കുറവാണ്. ഈ കടലിടുക്കിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഏതാണ്ട് 29 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഇത് മൈനുകളും മറ്റും സ്ഥാപിക്കുന്നതിന് എളുപ്പമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കപ്പൽ ഭേദ മിസൈലുകളൊക്കെ ഉപയോഗിച്ചും ഇത്തരം കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് സ്ഥിരമായൊരു ഭീഷണി ഉണ്ടാക്കുക, കപ്പലുകൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്താൽ ഈ പ്രദേശത്തെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും കാരണമാവുകയും ചെയ്യും. അതുമാത്രമല്ല, ആഗോള എണ്ണ വിതരണം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ചെങ്കടലിൻ്റെ പ്രാധാന്യം. മറ്റു വാർത്ത, ഈ US നേരത്തെ പറഞ്ഞ പോലെ ഹോർമുസിൽ US പറഞ്ഞത് തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഹോർമുസിൽ പ്രതിസന്ധി ഇപ്പോഴും അതുപോലെ തുടരുകയാണ്. കാരണം അമേരിക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകുന്നില്ല. ഏത് നിമിഷവും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുമെന്ന അവസ്ഥയാണ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികൾ തങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞ് ഹോർമുസിലൂടെയുള്ള യാത്രയിൽ നിന്ന് പിന്മാറുകയാണ്. ട്രംപ് പറയുന്ന സംരക്ഷണ വലയം അതിനെ വിശ്വസിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. വൻ പ്രതിസന്ധിയാണ്. ഗൾഫ് മേഖലയിൽ നിന്ന് കപ്പലുകൾ പിൻവലിച്ചു വലിയ കപ്പൽ കമ്പനികൾ, വലിയ ഭീമന്മാർ എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവിടുന്നത്. എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ സംരക്ഷണ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കായി മാറുന്നു എന്നുള്ളതാണ് 2-3 ദിവസത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ പടക്കപ്പലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ സംരക്ഷണ വലയം ഉണ്ട് എന്ന് പറയുമ്പോഴും തുടർച്ചയായി ഇറാനും ഹൂതികളും ഈ മേഖലകളിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്ന പശ്ചാത്തലം കൂടിയാണ് ഇത്. അതുകൊണ്ട് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമന്മാർ ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നും ആ വഴി പൂർണ്ണമായും ഒഴിവാക്കുകയാണ് എന്നും ജീവനക്കാരുടെ സുരക്ഷയാണ് തങ്ങൾക്ക് പ്രധാനമെന്നും പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം നിർണായകമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് പൂർണ്ണമായും അമേരിക്കയുടെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും അവിടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 3ഓളം കപ്പലുകളെ ഈ പ്രതിസന്ധിക്ക് ശേഷം ഇറാൻ ആക്രമിച്ച പശ്ചാത്തലം നിർണായകമാണ് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മറ്റു വാർത്തയിലേക്ക്, ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ പുതിയൊരു ബദൽ പാതയുമായി UAE രംഗത്ത് വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര എണ്ണക്കടത്തിന് പുതിയ ബദൽ പാതയൊരുക്കാൻ ഫുജേറയിൽ വൻ പദ്ധതി ഒരുങ്ങുകയാണ്. UAEയുടെ നീക്കം ഏറ്റവും ഗുണം ചെയ്യുക ഇന്ത്യക്കായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനുകൂലമായത്, ആശ്വാസകരമായ ഒന്ന്. തുറമുഖവും കണ്ടെയ്നർ ടെർമിനലും വികസിപ്പിക്കാനുള്ള അന്തിമ ചർച്ചകളിലാണ് ഇപ്പോൾ ദുബായ് പോർട്ട് വേൾഡ് DP വേൾഡ് ഉള്ളത്. ലോകത്തെ പ്രമുഖ എണ്ണ വിതരണ പാതകളിലൊന്നായ ഹോർമുസിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് UAEയുടെ നീക്കം. പുതിയ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ആശ്രയിക്കാതെ തന്നെ ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിലേക്ക് നേരിട്ട് കയറ്റി അയക്കാൻ UAEക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഹോർമുസിന് പുറത്ത്
ഒമാൻ ഉൾക്കടലിനോട് ചേർന്നാണ് ഫുജൈറ സ്ഥിതി ചെയ്യുന്നത്. പുതിയ പദ്ധതി വരുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ഹോർമുസിൽ കടക്കാതെ തന്നെ ഫുജൈറയിൽ ചരക്കുകൾ ഇറക്കാൻ സാധിക്കും. പിന്നീട് ഇവിടെ നിന്ന് റോഡ് മാർഗവും ഭാവിയിൽ റെയിൽവേ മാർഗവുമൊക്കെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന ഈ പദ്ധതി 18 മാസം, അതായത് 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ സ്ഥിരീകരണം, ഔദ്യോഗികമായ പ്രഖ്യാപനം അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല എങ്കിൽ പോലും പദ്ധതിയുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ് UAE എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു വാർത്ത, അമേരിക്കയെ പിന്തള്ളി ചൈന ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു രാജ്യമായി മാറുന്നു എന്ന പുതിയ സർവേ റിപ്പോർട്ട് പുറത്തു വരികയാണ്. 2026 തുടക്കത്തിൽ പ്യൂ റിസർച്ച് സെൻറ്റർ നടത്തിയ പുതിയ ആഗോള സർവേയിൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും അമേരിക്കയേക്കാൾ കൂടുതൽ ചൈനയ്ക്ക് അനുകൂലമായ മനോഭാവം പ്രകടമാണ് എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. 36 രാജ്യങ്ങളിൽ നിന്നുള്ള 42,151 മുതിർന്ന വ്യക്തികൾ നടത്തിയ പഠനത്തിൽ 25 രാജ്യങ്ങളിലും ആളുകൾ ചൈനയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്നത്. 2002 സർവേ ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ചൈന അമേരിക്കയെ മറികടക്കുന്നത്. ലോകത്തെ വൻ ശക്തികളോടുള്ള ആഗോള മനോഭാവം നിരീക്ഷിച്ചു വരുന്ന ഒരു പഠന കേന്ദ്രമാണ് പ്യൂ റിസർച്ച് സെൻറ്റർ. ലോകകാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനേക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് ഷീ ജിൻ പിങ്ങിൽ ആണ് എന്നാണ് സർവേയിൽ പങ്കെടുത്ത 22 രാജ്യങ്ങളിൽ ഉള്ള ആളുകൾ പറയുന്നത്. പാകിസ്ഥാനിലാണ് ഷീ ജിൻ പിങ്ങിനെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ചൈനയേക്കാൾ കൂടുതൽ അമേരിക്ക അനുകൂലിക്കുന്നത് ഇന്ത്യ, പോളണ്ട്, ഫിലിപ്പൈൻസ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഇസ്രായേൽ എന്നീ 6 രാജ്യങ്ങൾ മാത്രമാണ്. അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വളരെയധികം ഇടപെടുന്നുവെന്ന് ആളുകൾ കൂടുതലായി വിശ്വസിക്കുന്നു. ഒപ്പം പൗരസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ചെറിയ മുന്നേറ്റമുണ്ട് എങ്കിൽ പോലും വ്യത്യാസം അത് വലിയ തോതിൽ കുറഞ്ഞു വരികയാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ചൈനയ്ക്ക് വലിയ തരത്തിലുള്ള മുൻതൂക്കം പല മേഖലകളിലും ഈ സർവേ നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരത്തെ പലതവണ ഈ 9 മണി വാർത്തയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ആക്ഷേപം രാജ്യത്ത് വളരെ ശക്തമാണ്. ഒരു പട്ടാളക്കാരൻ, ഒരു യൂണിഫോം ധരിച്ച സൈനാധിപൻ എന്തിന് ആഭ്യന്തര കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന ചോദ്യം പലരും മനസ്സിൽ ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെ പരസ്യമായി ഈ വിഷയം സംസാരിക്കാനും തയ്യാറായിട്ടില്ല. ഇപ്പോൾ അസിം മുനീറിനെതിരെ രൂക്ഷമായ വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവും ജമിയത്ത് ഉലമാ ഇ ഇസ്ലാം തലവനുമായ മൗലാന വസൂർ റഹ്മാനാണ്. സൈനിക മേധാവിക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ താല്പര്യമുണ്ടെങ്കിൽ യൂണിഫോം അഴിച്ചുവെച്ച് സൈന്യത്തിൽ നിന്ന് രാജിവെക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ സൈനിക വേഷം ഉപേക്ഷിച്ച് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് റഹ്മാൻ മുനീറിനെ വെല്ലുവിളിച്ചത്. നമുക്കറിയാം, യൂണിഫോം ഇട്ട ആളുകളൊക്കെ ഭരിച്ച ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നതുകൂടി ഓർക്കണം. അവിടെയാണ് അസിം മുനീർ ഒരേ സമയത്ത് സൈന്യത്തിന് തലവനായും അതുപോലെ തന്നെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളായും മാറുന്നൊരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. യൂണിഫോം ഇട്ട ഒരാൾക്ക് എത്ര വോട്ട് ലഭിക്കും എന്ന് ജനം തീരുമാനിക്കുമെന്ന് അദ്ദേഹം പരിഹസിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് വിജയിച്ചവരല്ല അവിടെ ഭരിച്ച പല പട്ടാള ഭരണാധികാരികളും. അവർ അട്ടിമറിയിലൂടെ ആ രാജ്യം സ്വന്തമാക്കിയവരാണ് എന്നതുകൂടി ഓർക്കണം. ജനഹിതത്തിനെതിരാണ് ഇത്തരം സൈനിക മേധാവികളുടെ ഇടപെടൽ എന്നാണ് ഈ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത്. രാജ്യം ആര് ഭരിക്കണം, ആര് ഭരണത്തിൽ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സൈന്യത്തിന് ജോലിയല്ല എന്നും വ്യക്തമാക്കുകയാണ്. ഷഹബാസ് ഷെരീഫിനേക്കാൾ ശക്തനായ സൈനിക മേധാവി മാറിയിരിക്കുകയാണെന്നും പ്രതിരോധ കാര്യങ്ങൾക്കപ്പുറം സിവിലിയൻ ഭരണത്തിൽ പട്ടാളം വലിയ തോതിൽ ഇടപെടുന്നു എന്നുള്ള ആക്ഷേപവും റഹ്മാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ പാകിസ്ഥാനോട് ഇപ്പോഴും ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ സംവിധാനങ്ങൾ താജിക്കിസ്ഥാനിലേക്കും തുർക്ക്മെനിസ്ഥാനിലേക്കും കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്തെ സുപ്രധാന നാഴികക്കല്ലായി വിലയിരുത്തപ്പെടുന്ന ഈ നീക്കം മുൻ DRDO മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് സ്ഥിരീകരിച്ചു. പരമ്പരാഗതമായി റഷ്യൻ പ്രതിരോധ ഉപകരണങ്ങളെ ആശ്രയിച്ചിരുന്ന മധ്യേഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ മിസൈലുകൾ വാങ്ങാൻ തീരുമാനിച്ചത് വലിയ ഭൗമ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ നേരിടുന്ന താജിക്കിസ്ഥാനും കാസ്പിയൻ കടൽ തീരത്തുള്ള തുർക്ക്മെനിസ്ഥാനും തങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ ഇന്ത്യയെ വിശ്വസിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ,
ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ ആക്രമിച്ചു വീഴ്ത്താൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ സംവിധാനം. 25 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആകാശിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാൻ സാധിക്കുമെന്നാണ് പ്രത്യേകത. ഒപ്പം കുറഞ്ഞ ചിലവും മികച്ച പ്രതിരോധവും ആകാശിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലൊക്കെ ഏറ്റവും അധികം ഇന്ത്യക്ക് സഹായം ചെയ്ത മിസൈൽ കൂടിയാണ്. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ്, വലിയ വിജയമായാണ് ഇത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. നമ്മുടെ കയറ്റുമതിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ ലോകരാജ്യങ്ങൾ നമ്മുടെ കയറ്റുമതിയിൽ, നമ്മുടെ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അമ്പരപ്പിക്കുന്ന മറ്റൊരു കണക്ക് പുറത്തു വരുന്നത് $1.5 ട്രില്യൺ US സൈനിക ബജറ്റ് ഉയർത്തണം എന്ന ട്രംപിൻ്റെ നിർദ്ദേശമാണ്. അതായത് അമേരിക്കയുടെ പ്രതിരോധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി $1.5 ട്രില്യൺ 125 ലക്ഷം കോടിയിലധികം രൂപയായി അമേരിക്കയുടെ സൈനിക ബജറ്റ് വർദ്ധിപ്പിക്കുകയാണ്. നിർണായകമായ പ്രഖ്യാപനം ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കഴിഞ്ഞു. പെൻസിൽവാനിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് മാത്രമല്ല, നേരത്തെ പശ്ചിമേഷ്യയിൽ സൈന്യത്തിനായി അടക്കം ചിലവഴിച്ച $1 ട്രില്യൺ എന്ന റെക്കോർഡ് തുക അടുത്ത വർഷം 1.5 ആക്കണം എന്നാണ് പീറ്റ് ഹെക്സത്തിനോട് ട്രംപ് ആവശ്യപ്പെട്ടത്. അമേരിക്കയ്ക്ക് ഭീമമായ സൈനിക നിക്ഷേപം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ് എന്ന് ട്രംപ് പറയുകയാണ്. ഏറ്റവും കൂടുതൽ മുതൽ മുടക്ക് നടത്തുന്ന ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ് എന്നോർക്കണം. സൈനിക മേഖലയിൽ അത് പ്രധാനമാണ്. കേവലം $9,210 കോടി മാത്രമാണ് നമ്മുടെ പ്രതിരോധ ബജറ്റ് 2025 കണക്ക് വരുമ്പോൾ, 2025 അവസാനത്തിലെ കണക്ക് വരുമ്പോൾ എന്ന് ഓർക്കണം. ഇത് മുൻവർഷത്തെക്കാളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അമേരിക്കയുമായി കണക്കാക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു താരതമ്യത്തിന് ഇത് സാധ്യമല്ല. US, ചൈന, റഷ്യ, ജർമ്മനി, അതായത് ആദ്യം US, രണ്ടാമത് ചൈന, മൂന്നാമത് റഷ്യ, നാലാമത് ജർമ്മനി എന്നീ രാജ്യങ്ങൾക്ക് പിന്നിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് ആഗോളതലത്തിലുള്ള മൊത്തം സൈനിക ചെലവ് $2,887 ലക്ഷം കോടി എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പണമുണ്ടെങ്കിൽ എത്രയോ ലോകരാജ്യങ്ങളുടെ പട്ടിണി മാറ്റാൻ സാധിക്കും, എത്രയോ ലോകരാജ്യങ്ങൾക്ക് ആശ്വാസം പകരാൻ സാധിക്കും. അവിടെയാണ് യുദ്ധത്തിനായും മറ്റും ലോകരാജ്യങ്ങൾ, നമ്മളുൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ തോതിലുള്ള പണം ചിലവഴിക്കുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വലയ്ക്കുന്ന അതിരൂക്ഷമായ ഒരു പ്രശ്നമാണ് പണപ്പെരുപ്പം. പലതരത്തിലുള്ള അമേരിക്കൻ വിദഗ്ധർ ശ്രമിച്ചിട്ടും ഈ പണപ്പെരുപ്പം തടയാൻ സാധിക്കാത്ത പശ്ചാത്തലം. ഇതിനായി ഇപ്പോൾ ഇന്ത്യൻ വിദഗ്ധരെ ആശ്രയിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് അമേരിക്കൻ ഫെഡറൽ റിസർവ് മാറുകയാണ്. ഏറ്റവും പ്രധാനി RBIയുടെ മുൻ ഗവർണർ രഘുറാം രാജൻ ഉൾപ്പെടെയുള്ള 3 പ്രമുഖ ഇന്ത്യൻ വംശജരാണ് ഫെഡറൽ റിസർവിൻ്റെ അതിനിർണായകമായ ദൗത്യസേനയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യക്കാരനായ രഘുറാം രാജിന് പുറമെ ഡൽഹിയിൽ ജനിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ രാജ് ചെട്ടി, മൈക്രോസോഫ്റ്റ് എക്സിക്യൂട്ടീവ് ആശാ ശർമ്മ എന്നിവരാണ് US കേന്ദ്ര ബാങ്കിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷാണ് രാജ്യത്തിൻ്റെ ധനനയം പൊളിച്ചെഴുതാൻ ലക്ഷ്യമിട്ട് 5 ശക്തമായ ഉപസമിതികൾ പ്രഖ്യാപിക്കുകയും ഈ ഉപസമിതികളുടെ തലപ്പത്തേക്ക് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ വംശജരെ അടക്കം നിലനിർത്തുകയും ചെയ്തു. അത് മാത്രമല്ല, ലോകത്തെ പലതരത്തിലുള്ള നിർണായകമായ ബുദ്ധിയുള്ള അല്ലെങ്കിൽ തലച്ചോറുള്ള ആളുകളൊക്കെ ഫെഡറൽ റിസർവിൻ്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആസ്തികളും ബാലൻസ് ഷീറ്റുകളും പുനഃപരിശോധിക്കുന്ന ടാസ്ക് ഫോഴ്സിലാണ് രഘുറാം രാജൻ പ്രവർത്തിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രധാനിയാണ് രഘുറാം രാജൻ. പക്ഷേ മോദി സർക്കാരിനെതിരെ പലപ്പോഴും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു മുൻ റിസർവ് ബാങ്ക് ഗവർണറും കൂടിയാണ് രഘുറാം രാജൻ എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കണം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ പുതിയൊരു സുവർണ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് മുതൽ ട്രാക്കിൽ ഇറങ്ങിയാണ്. ജൂലൈ 17 കൃത്യമായ ദിവസം 1 മാസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ്. ജിന്ദ് സോനിപത്ത് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഈ അത്യാധുനിക ട്രെയിൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു പദ്ധതിയാണ്. റെയിൽ ഗതാഗത രംഗത്തും ഹരിത ഊർജ്ജ മേഖലയിലും വലിയൊരു കുതിച്ചുചാട്ടമായി വിലയിരുത്തപ്പെടുന്നു. പതിവ് ഫോസിൽ ഇന്ധനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതിക്ക് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിലാണ് ഈ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മലിനീകരണമില്ലാത്തതും സ്വയം പര്യാപ്തവുമായ ഒരു ഗതാഗത സംവിധാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവെപ്പാണ് ഇത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതായാലും പരമ്പരാഗത ഡീസൽ സംവിധാനങ്ങളിൽ വ്യത്യസ്തമായി ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ഈ എഞ്ചിൻ കുതിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.
ഇതിൻ്റെ ഭാഗമായി പുറന്തള്ളപ്പെടുന്നത് കേവലം വെള്ളവും താപവും മാത്രമാണ്. അതുകൊണ്ട് പരിസ്ഥിതി മലിനീകരണം എന്നുള്ളത് ഏറ്റവും ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലമാണ് പ്രധാനപ്പെട്ടത്. നമുക്കറിയാം 1853 രാജ്യത്തിൻ്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. അന്ന് ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ നീരാവി എഞ്ചിൻ ഉപയോഗിച്ചാണ് ഓടിയത്. 173 വർഷം ചരിത്രമുണ്ട് നമ്മുടെ ദേശീയ ഗതാഗത സംവിധാനത്തിന്. ഈ സമയത്താണ് വലിയൊരു മാറ്റം നീരാവിയിൽ ഡീസലിലേക്കും ഡീസലിൽ നിന്ന് ഇലക്ട്രിക്കലിലേക്കും ഇപ്പോൾ ഹൈഡ്രജൻ അധിഷ്ഠിത സാങ്കേതിക വിദ്യയിലേക്കും മറ്റും എത്തി നിൽക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇതിൽ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ തുടങ്ങിയതിന് ശേഷം 35 കിലോമീറ്റർ ദൂരമുള്ള യാത്ര 57 മിനിറ്റ് എടുത്തു പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം 210-220 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടികൾ വരെ നമുക്ക് സ്വന്തമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോഴും ചില ചോദ്യങ്ങളൊക്കെ വരും. എന്തുകൊണ്ട് ഇത്രയും അധികം നമ്മൾ ഏതാണ്ട് 90% ലൈനുകളും ഇലക്ട്രിഫൈ ചെയ്തിട്ടും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടും ഹൈഡ്രജൻ സംവിധാനത്തിലേക്ക് പോവുക എന്ന ലക്ഷ്യം എന്തുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് പ്രധാന കാര്യമാണ്. കാലം മാറുന്നതനുസരിച്ച് നമ്മളുടെ പദ്ധതികളും മാറണം, വികസനത്തിനൊപ്പം നമ്മളും ചേരണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ വിദഗ്ധർ. അതായത് മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇത് ഹൈഡ്രജൻ ട്രെയിനുകൾ നിലവിലുള്ള റെയിൽവേ ശൃംഖലയ്ക്കോ ഇലക്ട്രിക് എഞ്ചിനുകൾക്കോ പകരമല്ല. പക്ഷേ നമ്മൾ മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം നമ്മളും മാറുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ഒപ്പമാകുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു സുവർണ അധ്യായം എഴുതി ചേർക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയറോസ്പേസ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റായ വിക്രം 1 കന്നി പരീക്ഷണ പറക്കൽ നാളെ രാവിലെ 11:30 ഭാരതീയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായോടുള്ള ആദരക സൂചകമായാണ് ഇങ്ങനെ നാമകരണം ചെയ്തിരിക്കുന്നത്. മിഷൻ ആഗമൻ എന്നാണ് ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. പൂർണ്ണമായും ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് സ്വന്തം മണ്ണിൽ നിന്ന് ഭ്രമണപഥത്തിലേക്ക് ഉദിക്കുന്ന ചരിത്ര നിമിഷത്തിനാണ് നാളെ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ചരിത്ര പ്രസിദ്ധമായ 1ാം വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്രം 1 വിക്ഷേപിക്കുക. റോക്കറ്റിൻ്റെ വിക്ഷേപണ പാതയിലും ബൂസ്റ്ററുകൾ പതിക്കുന്ന കടൽ മേഖലകളിലും ഇതിനോടകം തന്നെ അധികൃതർ വ്യോമ നാവിക യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. വിക്ഷേപണ തറയിൽ റോക്കറ്റിൻ്റെ അസംബിളിങ്ങും സ്റ്റോക്കിങ്ങും പൂർത്തിയായി. ടെലിമെട്രി ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായും ട്രാക്കിംഗ് റഡാറുകളുമായും ഉള്ള ഇൻ്റർഫേസ് പരിശോധനകളും സ്കൈറൂട്ടിൻ്റെ ലോഞ്ച് കൺട്രോൾ സെൻറ്ററിൽ നിന്നുള്ള അന്തിമ വാഹന പരിശോധനകളും വിജയകരമായി പൂർത്തിയാക്കി. കന്നിപ്പറക്കലിലൂടെ റോക്കറ്റിൻ്റെ നിർണായകമായ പ്രവർത്തന ഡേറ്റകൾ ശേഖരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ഏതാണ്ട് തൻ്റെ അന്താരാഷ്ട്ര കരിയറിൻ്റെ അവസാന മാച്ചിലേക്ക് കടക്കുകയാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇംഗ്ലണ്ട് പര്യടനത്തിലെ ഏറ്റവും 3ാമത്തെ മത്സരം രോഹിത് ശർമ്മയുടെ അവസാന ഏകദിന മത്സരമായിരിക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം വളരെ കൃത്യമായി തന്നെ സെലക്ടർമാർ രോഹിത് ശർമ്മയ്ക്ക് നൽകിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. രോഹിത് ശർമ്മ തങ്ങളുടെ പരിഗണനയിൽ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം ഇല്ല എന്ന് സെലക്ടർമാർ അറിയിച്ചു എന്നാണ് BCCI അധികൃതരെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പരമ്പരയോടെ രോഹിതിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകാനാണ് സെലക്ടർമാരുടെ തീരുമാനം. രോഹിതുമായും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറുമായും കമ്മിറ്റി അംഗങ്ങൾ ആശയവിനിമയം നടത്തി. പക്ഷേ ഇതിൽ ഒട്ടും തൃപ്തനല്ല രോഹിത് ശർമ്മ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതൃപ്തനാണ് എന്നുള്ള സൂചനകളുണ്ട്. ഫിറ്റ്നസ് മെച്ചപ്പെടുത്തി കളി തുടരാൻ രോഹിത് ആഗ്രഹിക്കുന്നുണ്ട്. 2027 ഏകദിന ലോകകപ്പിൽ രോഹിത് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ യശസ്വി ജയ്സ്വാളിനെ പോലെയുള്ള യുവതാരങ്ങൾക്ക് അവസരം നൽകാനാണ് സെലക്ടർമാർ ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. രോഹിത് ശർമ്മയുടെ ഭാവിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം അദ്ദേഹം തന്നെ കൈക്കൊള്ളും എന്നാണ് ഇപ്പോൾ സെലക്ടർമാർ ചിന്തിക്കുന്നത്. ബംഗാളിൽ തൃണമൂലിൽ ഉള്ള പ്രതിസന്ധി തുടരുകയാണ്. തൃണമൂലിൽ നിന്ന് 4ാമത്തെ രാജ്യസഭാ എംപിയും രാജിവെക്കുന്ന പശ്ചാത്തലമാണ്. നേരത്തെ 3 എംപിമാർ രാജിവെച്ചിരുന്നു. പാർട്ടി എംപിയും ബംഗാളി ചലച്ചിത്ര താരവുമായ കോയൽ മല്ലിക്കാണ് ഇപ്പോൾ രാജ്യസഭാംഗത്വം രാജിവെച്ചിരിക്കുന്നത്. ഈ വർഷം ഏപ്രിലിൽ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ രാജി. ഉപരാഷ്ട്രപതിക്കും ഈ രാജിക്കത്ത് കൈമാറി. പക്ഷേ തൻ്റെ അംഗത്വം രാജിവെക്കുന്നു, എത്രയും വേഗം രാജി സ്വീകരിക്കണമെന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് കാരണം എന്നവർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ മമതയെ സംബന്ധിച്ചിടത്തോളം 4 രാജ്യസഭാ എംപിമാർ ഏതാണ്ട് 6ഓളം
ലോക്സഭാ എം പിമാരൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട പശ്ചാത്തലം, 20 മുകളിൽ ലോക്സഭ എം പിമാരൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഈ സംവിധാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പെട്രോളിൽ എഥനോൾ കലർത്തിയ E20 ഇന്ധനവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഉപഭോക്തൃ കേസിൽ വാഹന ഉടമയ്ക്ക് അനുകൂലമായി വിധി വന്നിരിക്കുന്നു എന്ന നിർണായകമായ ഒരു കാര്യം കൂടിയുണ്ട്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് സംഭവം. ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് SUV 45 ദിവസത്തിനകം മാറ്റി നൽകുകയോ അല്ലാത്ത പക്ഷം നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യണമെന്നാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവ്. വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഡോക്ടർ പ്രേംരാജ് ദേബ്ദയാണ്, നാഗ്പൂർ സ്വദേശിയാണ് പരാതിക്കാരൻ. വാഹനം വാങ്ങിയതിനു ശേഷം ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകൾ കണ്ടെത്തി തുടർച്ചയായി വർക്ക്ഷോപ്പുകളിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പെട്രോൾ ടാങ്ക്, ഇന്ധന ടാങ്കിൽ മാലിന്യം കണ്ടെത്തി അത് ക്ലീൻ ചെയ്തു. അതിനുശേഷവും വാഹനം കേടാകും തുടർന്നു. ഇതോടെ ഇന്ധന ടാങ്കിൽ കണ്ടെത്തുന്ന മാലിന്യം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ തൈര് പോലെയുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം കണ്ടെത്തി. എഥനോളാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടു. ഇതോടെയാണ് തൻ്റെ വാഹനം ആവർത്തിച്ച് കേടുവരുന്നതിൻ്റെ കാരണം എഥനോളാണ് എന്ന് മനസ്സിലായത്. തുടർന്നാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കോടതിയെയും മറ്റും സമീപിച്ചത്. ഇവിടെയാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രധാനമായും ചേർത്ത് വെക്കുന്നത് 10,000 രൂപ കമ്മീഷൻ ഉടമയ്ക്ക് അനുവദിക്കണം. അപ്പോൾ 1 ലക്ഷം രൂപ ഇതുവരെ അനുഭവിച്ച മാനസിക വ്യഥയ്ക്കും നൽകണമെന്നാണ് ഉത്തരവ്. സിന്ധിലെ ജലസംഭരണികളിൽ വെള്ളത്തിന്റെ അളവ് ഗുരുതരമാം വിധം താഴ്ന്നു. സിന്ധിലെ നോർത്ത് വെസ്റ്റ് കനാലിൽ വെള്ളത്തിന്റെ അളവ് ആവശ്യമായതിനേക്കാൾ 64.1% കുറഞ്ഞുവെന്ന് പാകിസ്ഥാനി മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദാദു കനാലിൽ 82%, റൈസ് കനാലിൽ 32% എന്നിങ്ങനെയും വെള്ളം കുറവാണ്. പാകിസ്ഥാന്റെ മൊത്തം കാർഷിക ഉൽപ്പാദനത്തിന്റെ 67% പങ്കുവഹിക്കുന്നത് സിന്ധ് പ്രവിശ്യയാണ്. ഇവിടെ വലിയ തോതിലുള്ള ആഘാതം പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Champions in the arena. Rise from the streets. Remember champions. ബുക്സ്, ബാഗ്, സ്കൂൾ ഷൂസ്, ഓരോ വർഷം കഴിയുന്തോറും സ്കൂൾ ഷോപ്പിംഗ് വളരെ എക്സ്പെൻസീവ് ആയി തോന്നുന്നു. അതൊക്കെ ശരിയാണ്. ഇനി സ്കൂളിലേക്ക് തിരിച്ചു പോകാനുള്ള ഷോപ്പിംഗ് ബ്ലൂസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫീസ്, അതൊക്കെ ഒരു തലവേദനയാണല്ലേ. പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ നമ്മളുടെ അടുത്ത് ഒരു എക്സ്പേർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് സ്മാർട്ടായിട്ടുള്ള മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ പഠിപ്പിനൊപ്പം തന്നെ ഒരു SIP കൂടി തുടങ്ങുന്നത്. 10-15 വർഷം ആകുമ്പോഴത്തേക്കും അവരുടെ ഹയർ എഡ്യൂക്കേഷനുള്ള ഫണ്ട് സെറ്റ് ആയിട്ടുണ്ടാവും. SIP അതിന്റെ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് തരണമെങ്കിൽ അതിന് ആവശ്യത്തിന് സമയം കൊടുക്കേണ്ടി വരും. SIP തുടക്കത്തിൽ എമൗണ്ട് കുറവാണെങ്കിലും നമുക്ക് പിന്നെ ആവശ്യാനുസരണം എമൗണ്ട് കൂട്ടാനും പറ്റും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. Champions in the arena. Rise from the streets. Remember champions. മാർക്കറ്റ് താഴെയോ? കഴിഞ്ഞ തവണ ഇങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ SIP നിർത്തി. കൂടുതൽ നഷ്ടമാവരുതെന്ന് തോന്നുന്നു. നേരെ വഴികാട്ടാൻ നമ്മളുടെ അടുത്ത് ഒരു എക്സ്പേർട്ട് ഉണ്ട്. സത്യത്തിൽ ആ സമയത്താണ് നിങ്ങളുടെ SIP ഏറ്റവും കൂടുതൽ നന്നായി വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നിക്ഷേപം നിർത്തിവെക്കുന്ന അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ച കേസിൽ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ പിടികൂടാനാവാതെ പോലീസ്. തൊപ്പി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. അതേസമയം ഇയാൾ മരിച്ചു, തൊപ്പി മരിച്ചു എന്ന തരത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തയും പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഇയാളിപ്പോൾ എവിടെയാണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇയാൾക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ളതാണ്. എങ്ങോട്ട് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒളിച്ചിരിക്കാനുള്ള സംവിധാനമുണ്ട്. ആധുനിക സാങ്കേതിക പരിപാടികളൊക്കെ അറിയാം. ഇതിനിടയിലാണ് ഈ മരിച്ചു എന്നൊക്കെയുള്ള പ്രചാരണം. എന്താണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണ വഴി? രഞ്ജിത്ത്, ഇത്രയും ദിവസമായിട്ടും തൊപ്പിയെ കേരള പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെയാണ് തൊപ്പി എന്നത്
പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ തൊപ്പി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയത്. പക്ഷെ അപ്പോഴും തൊപ്പി എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. കണ്ണൂർ, മലപ്പുറം കേന്ദ്രീകരിച്ചാണ് തൊപ്പി നിലവിൽ ഉള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് തൊപ്പി ഇതുവരേക്കും പിടികൂടിയിട്ടുമില്ല. അതിനിടയിൽ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം തൊപ്പി മരിച്ചു എന്ന തരത്തിലൊരു വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. തൊപ്പിയുടേതാണെന്ന് പറയുന്ന ഒരു AI വീഡിയോ ഒക്കെ വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇത് വ്യാജ വീഡിയോ ആണ്, സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചാരണമാണ് തൊപ്പി മരിച്ചതായിട്ടുള്ളത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാലും തൊപ്പിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെയാണ് തൊപ്പിയുടെ യൂട്യൂബ് ചാനലടക്കം നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തൊപ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ആ വകുപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ, അതായത് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചെങ്കിൽ പോലും ആ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. തൊപ്പിക്കെതിരായിട്ടുള്ള നിലനിൽക്കുന്ന കുറ്റങ്ങളെല്ലാം ഗുരുതരം തന്നെയാണ് എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ്. അതും കൂടി കണക്കാക്കിക്കൊണ്ടായിരിക്കും തൊപ്പി ഒളിവിൽ തുടരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ തൊപ്പിന്റെ സുഹൃത്ത് മമ്മൂനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും മമ്മൂനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി നവമി. താരസംഘടന അമ്മയിലെ വിവാദങ്ങളിൽ അംഗങ്ങൾക്ക് തുറന്ന കത്തുമായി ശ്വേതാ മേനോൻ. അനുഭവക്കുറവ് കാരണം പിഴവുകളുണ്ടായി, അത് തിരുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടില്ല എന്നാണ് കത്തിൽ പറയുന്നത്. നവമി തുടരുന്നുണ്ട്. നവമി, ഇതിപ്പോൾ ശ്വേതാ മേനോൻ കഴിഞ്ഞ കുറേ ദിവസമായി മൗനത്തിലാണ്, ഒരു തരത്തിലും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ആ സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തന്നെയുള്ള സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? താൻ സജീവമായി തന്നെ രംഗത്തുണ്ടാകുമെന്നാണോ? അതെ, എന്തായാലും പ്രിയപ്പെട്ട അമ്മ അംഗങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തുറന്ന കത്താണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ശ്വേതാ മേനോന് പ്രസിഡന്റ്, അമ്മ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് എഴുതുന്ന കത്തെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ 26 ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലുണ്ടായ ചർച്ചകളും തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം അംഗങ്ങളും നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ആ സംഭവങ്ങൾ പല അംഗങ്ങൾക്കും വിഷമവും നിരാശയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഈ അനുഭവക്കുറവ് മൂലമുണ്ടായ പിഴവുകളാണ്. അതിനെ ക്ഷമിച്ച് ഞങ്ങളെ തിരുത്തുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ളൊരു പിന്തുണ അംഗങ്ങൾ നൽകണമെന്നാണ് ഇതിൽ പറയുന്നത്. കൂടുതൽ പക്വതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഇതുവരെ നടത്തിയിരുന്ന ഈ അംഗങ്ങൾക്കുള്ള സേവനങ്ങൾ അതിലൊരു തടസ്സവും വന്നിട്ടില്ല. അംഗങ്ങളുടെ കൈനീട്ടം, സഞ്ജീവനി പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും മുടക്കമില്ലാതെ തുടരുകയാണ്. ഇനിയും അതേ ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഈ സേവനം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഒപ്പം അമ്മയിലെ അംഗങ്ങളുടെ ഇത്തരത്തിലുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിൽ തന്നെയാണ് തങ്ങളുടെ മുൻഗണന എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ അടങ്ങുന്ന ഈ ഒരു കമ്മിറ്റി കത്ത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും തുടർന്ന് നിങ്ങളുടെ വിലപ്പെട്ട പിന്തുണയും സഹകരണവും ഉണ്ടാകും എന്നാണ് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടിയാണ് ശ്വേതാ മേനോൻ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അഡ്ഹോക് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് വരികയും അതിൽ നിന്നും കൺവീനർ സ്ഥാനത്ത് നിന്നും രമേശ് പിഷാരടി മാറുകയും ഒക്കെ ചെയ്തത്. എന്തായാലും നിലവിൽ അമ്മയുടെ ഭരണസമിതി, അതായത് അന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് നിലവിൽ സംഘടനയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കുമോ അതോ നീക്കത്തിന് സർക്കാർ ചെക്ക് വെക്കുമോ? നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചുവെന്ന പരാതിയിൽ അജിത് കുമാറിനോട് ആഭ്യന്തര വകുപ്പിന് മൃദു സമീപനമെന്ന വിമർശനം കോൺഗ്രസിൽ ശക്തമാണ്. അന്ന് മർദ്ദനമേറ്റ AV തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസും ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കേസിൽ MR അജിത് കുമാറിനോട് DGP വിശദീകരണം തേടും. ഇതിന് പിന്നാലെ നടപടി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടേണ്ടത്. അജിത് കുമാറിൻ്റെ സ്ഥാനക്കയറ്റം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗം തിങ്കളാഴ്ച ചേരും. സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. ആഭ്യന്തരമന്ത്രിയും DGP-യും യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് വിവരം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന്, കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന വലിയ വിമർശനങ്ങളുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പോലും നടപടിയെടുക്കുക എന്നുള്ളത് അനിവാര്യതയാണ്. അത് എല്ലാ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ?
എം ആർ അജിത് കുമാറിനെ DGP ആകുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നതിനിടയിലാണ് അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ആ റിപ്പോർട്ടിന്മേൽ നടപടി വൈകിക്കുന്നു എന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നത്. അതോടൊപ്പമാണ് ആലപ്പുഴയിൽ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ അജയ് ജുവൽ കുര്യാക്കോസ്, AD തോമസ് MLA തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ നടപടി വൈകുന്ന പശ്ചാത്തലത്തിൽ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ഇന്ന് ഉന്നയിക്കാനിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുമായി മുഖ്യമന്ത്രി ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിനൊടുവിൽ MR അജിത് കുമാറിനെതിരെ ഒരു അച്ചടക്ക നടപടി വകുപ്പ് തലത്തിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. അങ്ങനെ അച്ചടക്ക നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ MR അജിത് കുമാറിനെതിരെ ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ കേവലം ഒരു ആരോപണത്തിന്റെയോ ആക്ഷേപത്തിന്റെയോ പേരിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കൃത്യം ഇതിന് ചില കീഴ്വഴക്കങ്ങളും ചിട്ടവട്ടങ്ങളും ഉണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്താൽ ആർക്കെതിരെയാണോ നടപടിയെടുത്തത് അവർക്ക് കോടതിയിൽ അതിനെതിരെ ഹർജി ഫയൽ ചെയ്യാൻ കഴിയും. അത് സർക്കാരിന് തിരിച്ചടിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കാം എന്നതാണ് ആഭ്യന്തര വകുപ്പിന് മുമ്പിൽ ഒരു വെല്ലുവിളിയാകുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അജിത് കുമാറിനെതിരെ നടപടി ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അജയ് ജുവൽ കുര്യാക്കോസും AD തോമസ് MLAയും മുഖ്യമന്ത്രിയെ കാണാനിരിക്കുന്നത്. ശരി, ആരടിക്കും ലോകകപ്പ്? ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് പോരിനാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദിയാകാൻ പോകുന്നത്. 74 വർഷങ്ങളുടെ പോരാട്ട ചരിത്രത്തിൽ ഒപ്പത്തിനൊപ്പമാണ് ഇരു ടീമും. 14 മത്സരങ്ങൾ ഏറ്റുമുട്ടിയതിൽ 6 മത്സരങ്ങൾ വീതം ജയിച്ചിട്ടുണ്ട് അർജന്റീനയും സ്പെയിനും. മാർച്ചിൽ നടക്കേണ്ടിയിരുന്ന ഫൈനലിസ്മ റീഷെഡ്യൂൾ ചെയ്ത പോലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളും കൊമ്പുകോർക്കുകയാണ് ലോകകപ്പിന്റെ കലാശപ്പോരിൽ. 2 ഫുട്ബോൾ കരുത്തുകളുടെ പ്രതിനിധികളെങ്കിലും പരസ്പരം നന്നായി അറിയുന്ന 2 ടീമുകളാണ്. അർജന്റീനയുടെ ഇതിഹാസ നായകൻ ജീവിതത്തിലെ പ്രധാന കാലഘട്ടം ചെലവിട്ടതും സ്പെയിനിൽ തന്നെ. ലോക കിരീടത്തിനായുള്ള പോരാണെങ്കിലും സൗഹൃദാന്തരീക്ഷം ഇല്ലാതാക്കില്ല ഈ 2 ടീമുകളും എന്നുറപ്പ്. മെസ്സിയും യമാലും നേർക്കുനേർ വരുന്നുവെന്നതാണ് കൗതുകകരം. 2006 കുഞ്ഞു യമാലിനൊപ്പമുള്ള മെസ്സിയുടെ ചിത്രങ്ങൾ അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പറക്കുകയാണ്. ആകെ 14 തവണയാണ് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയത്. 2 ടീമിനും 6 ജയം വീതം സ്വന്തം. 2 മത്സരങ്ങൾ സമനിലയിൽ. ലോകകപ്പിൽ 1 തവണയാണ് അർജന്റീനയും സ്പെയിനും മുഖാമുഖമെത്തിയത്. 1966 ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീന 2-1 ജയിച്ചു. 2018 ഈ 2 ടീമുകളും അവസാനമായി രാജ്യാന്തര വേദിയിൽ കണ്ടത്. മെസ്സി ഇല്ലാതെ ഇറങ്ങിയ അർജന്റീനയെ 6-1 ആ സൗഹൃദ പോരിൽ സ്പെയിൻ തകർത്തത്. 2 ലോക കിരീടങ്ങൾ നേടുന്ന ഏക ക്യാപ്റ്റനാകാൻ മെസ്സി പരിശ്രമിക്കുമ്പോൾ പ്രതിരോധ കരുത്തും മിഡ്ഫീൽഡിലെ ക്രിയാത്മകതയും ചേർത്തുവെച്ചാണ് സ്പെയിൻ ആധിപത്യത്തിന് ശ്രമിക്കുന്നത്. 2ാമത്തെ ലോക ഫൈനൽ കളിക്കുന്ന സ്പെയിൻ സുവർണ തലമുറയുടെ പിന്മുറക്കാരാകാൻ ആഗ്രഹിക്കുന്നു. ലയണൽ മെസ്സിക്ക് ഒരുപക്ഷെ അവസാന രാജ്യാന്തര വേദിയായി മാറാം ഈ ലോകകപ്പ് ഫൈനൽ. റൊസാരിയോക്കാരനാണെങ്കിലും ജീവിച്ചത് മുഴുവൻ സ്പെയിനിലാണ്. സ്പെയിനെ മറികടന്ന് ലോക കിരീടം ഉയർത്താനായാൽ അതിലും മികച്ചൊരു പടിയിറക്കമില്ല ഫുട്ബോൾ രാജാവിന്. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. ലോകകപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയ ശേഷം ഫ്ലാക്കാൻ ദ്വീപുകളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ബാനർ പ്രദർശിപ്പിച്ചതിന് അർജന്റീൻ ടീമിനെതിരെ ഫിഫ അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കും. ദ്വീപുകൾക്ക് മേലുള്ള പരമാധികാരം അവകാശപ്പെടുന്ന ബാനർ പിടിച്ച് ചിത്രങ്ങളെടുത്ത് അർജന്റീന ടീമിനെതിരെ അന്വേഷണം വേണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ഫിഫയോട് ആവശ്യപ്പെട്ടു. മത്സരത്തിന് ശേഷമുള്ള ആഘോഷത്തിനിടയിലാണ് സ്റ്റേഡിയത്തിലെ ആരാധകർ നൽകിയ ലാസ് മാൽവിനാസ് അർജന്റീനാസ് എന്നെഴുതിയ ബാനർ അർജന്റീന താരങ്ങൾ പ്രദർശിപ്പിച്ചത്. മാൽവിനാസ് അർജന്റീനക്കാരുടേതാണ് എന്നാണ് ആ ബാനറിലെ മുദ്രാവാക്യം. ഫാക്ലാൻഡ് ദ്വീപുകളെ ഐലാസ് മാൽവിനാസ് എന്നാണ് അർജന്റീനക്കാർ വിളിക്കുന്നത്.
ഫുട്ബോളിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന ചട്ടം ലംഘിച്ചു എന്നാണ് ഇംഗ്ലണ്ടിന്റെ വാദം. I think it was certain to happen because it was such an egregious violation of the rules of not having political activity as part of the football. So I think we can expect that investigation to unfold, and it certainly should do. It was entirely inappropriate. സമാനമായ ബാനർ ഉയർത്തിയതിന് 2014 അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഫിഫ 20,000 പൗണ്ട് പിഴ ചുമത്തിയിരുന്നു. ബാനർ ഉയർത്തിയ കളിക്കാരെ ഫൈനലിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ ലിബറൽ ഡെമോക്രാറ്റ് നേതൃത്വം രംഗത്തെത്തി. 1982 ഫാക്ലൻഡ് ദ്വീപിലുള്ള അധികാരത്തെ ചൊല്ലിയാണ് ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത്. ആ സംഘർഷത്തിൽ 649 അർജന്റീന സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു. ദ്വീപിൽ കഴിയുന്ന ഓരോരുത്തരും അർജന്റീന പൗരന്മാരാണെന്നാണ് ഇപ്പോഴും അർജന്റീൻ ജനതയുടെ വിശ്വാസം. ഫിഫയുടെ ചട്ടപ്രകാരം സ്റ്റേഡിയത്തിൽ രാഷ്ട്രീയപരമോ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതായ ബാനറുകളും ഫ്ലെക്സുകളും പാടില്ല. ഫിഫ ഇതിനെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. പത്തനംതിട്ട കുമ്പഴയിൽ സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. കോന്നി പുളിമുക്ക് സ്വദേശി ഉഷാകുമാരിയാണ് മരിച്ചത്. സ്കൂട്ടറിൽ ഭർത്താവ് സുരേന്ദ്രനൊപ്പം ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിനിടയിലാണ് അപകടം. തലയിലൂടെ ടോറസ് കയറിയിറങ്ങി. ശശിനാരായണൻ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇന്ന് രാവിലെയാണ് ഇത്ര ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. കോന്നി പുളിമുക്ക് സ്വദേശിയായ ഉഷാകുമാരിയും ഭർത്താവ് സുരേന്ദ്രനും ക്ഷേത്ര ദർശനത്തിൽ പോകുന്ന സമയത്താണ് വാഹനത്തിൽ പോകുമ്പോൾ ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോഴാണ് കുമ്പഴയിൽ വെച്ച് ടോറസ് ലോറി നിയന്ത്രണം വിട്ട് ഈ വണ്ടി ഇടിക്കുകയും പിന്നീട് ഉഷാകുമാരി വാഹനത്തിൽ അടിയിൽപ്പെടുകയും തലയിലൂടെ ഈ ടോറസിന്റെ പിൻചക്രം കയറിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ നാട്ടുകാരും ഒക്കെ എന്തെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ഭർത്താവ് സുരേന്ദ്രന് വലിയ പരിക്കില്ല. തെറിച്ച് സുരേന്ദ്രൻ റോഡിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ഈ ടോറസിന് അടിയിലേക്ക് വീണതാണ് ഈ അപകടത്തിന് കാരണം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഉഷാകുമാരി മരിച്ചു എന്നുള്ളതാണ് പോലീസും ഫയർഫോഴ്സും വിവരം നൽകിയത്. ശരി. മൺസൂൺ അവസാനിക്കാറായിട്ടും സജീവമാകാതെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ. മഴ കുറഞ്ഞതിനാൽ മൺസൂൺ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇത്തവണ ഇടുക്കിയിലേക്ക് സഞ്ചാരികളും എത്തിയില്ല. പ്രധാന ജലാശയങ്ങളിലും കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ല. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ജലസമൃദ്ധമാകാറുള്ള നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചയാണിത്. പാറക്കെട്ടുകൾ മുഴുവൻ നിറഞ്ഞ് വലിയ ശബ്ദത്തോടെ താഴേക്ക് പതിച്ചിരുന്ന ജലപാതം ഇത്തവണയില്ല. വേനൽക്കാലം പോലെ നേർത്ത വെള്ളച്ചാട്ടം മാത്രം. ടൂറിസം ഓഫ് സീസൺ ആണെങ്കിലും മഴക്കാഴ്ചകൾ തേടി നിരവധി സഞ്ചാരികൾ മുൻവർഷങ്ങളിൽ ഇടുക്കിയിലേക്ക് എത്താറുണ്ടായിരുന്നു. പ്രധാനമായും അറബ് രാജ്യങ്ങളിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നുമാണ് സഞ്ചാരികൾ എത്തിയിരുന്നത്. ഇത്തവണ പേരിന് പോലും ആരുമില്ല. ഇത്തവണ മൺസൂൺ ടൂറിസം ഇടുക്കി ജില്ലയിൽ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളും മറ്റ് ഹൈ റേഞ്ചിലെ ഈ മൺസൂൺ പ്രതീക്ഷിച്ച് വരുന്ന ആളുകളെല്ലാം ബുക്കിംഗ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത്തവണ മൺസൂൺ ടൂറിസം ഇടുക്കിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മഴ നടത്തമടക്കമുള്ള മൺസൂൺ ആക്ടിവിറ്റികളും ഇത്തവണ സഞ്ചാരികൾക്കായി നടത്തിയില്ല. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലുമെല്ലാം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജലനിരപ്പ് വളരെ കുറഞ്ഞതും മൺസൂൺ ടൂറിസത്തിന് തിരിച്ചടിയായി. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം കുമരകത്തെ വലിയമട വാട്ടർ ഫ്രണ്ട് പാർക്ക് അടച്ചുപൂട്ടി. പാർക്കിലേക്കുള്ള വഴിയിലെ കയ്യേറ്റം മൂലം വലിയ വാഹനങ്ങൾ കടക്കാതെ വന്നതോടെ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു. പാർക്കിന്റെ മധ്യഭാഗത്തുകൂടി KSB ലൈൻ പോകുന്നതും പ്രതിസന്ധി ഉണ്ടാക്കി. മാസവാടക നൽകാൻ കഴിയാതായതോടെ നടത്തിപ്പുകാർ പാർക്ക് പൂട്ടുകയായി. വെറുതെ കിടന്നിരുന്ന ഒരു കുളം ഏറ്റെടുത്ത് ഒരു വാട്ടർ ഫ്രണ്ട് പാർക്കാക്കി മാറ്റുന്നു. ഐമനം ഗ്രാമപഞ്ചായത്തും DTPCയും ഒക്കെ ചേർന്ന് വലിയ മടയിൽ നടപ്പാക്കിയത് ഇതായിരുന്നു. പക്ഷേ ഇന്ന് ആ പദ്ധതി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. ആദ്യഘട്ടത്തിൽ സഞ്ചാരികളെ വൻതോതിൽ ആകർഷിച്ചിരുന്ന ഇടമായിരുന്നു വലിയമട വാട്ടർ ഫ്രണ്ട് പാർക്ക്. വിവാഹ സൽക്കാരങ്ങൾക്കുൾപ്പെടെ ഇവിടം വേദിയായി. എന്നാൽ വലിയ വാഹനങ്ങൾ കടക്കാൻ പറ്റാതായതോടെ കൂട്ടമായെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു. ഇതോടെ പ്രവർത്തനം നഷ്ടത്തിലായി. നേരെ ക്രോസ് ആയിട്ടും മരം നിൽക്കുക. അപ്പോൾ ആ മരത്തിൻ്റെ ചില്ലകൾ വെട്ടാനായിട്ടും
റോഡിൻ്റെ വീതി കൂട്ടാൻ 8 മീറ്റർ വീതിയുള്ള റോഡാണ് ഇവിടുന്ന് ഈ പ്രോപ്പർട്ടി മുതൽ റോഡ് വരെയുള്ളത്. അതായത് 700 മീറ്ററാണ് അതിൻ്റെ വീതിയുള്ളത്. ആ പ്രോപ്പർട്ടിക്കകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 3 മീറ്റർ പോലും വഴിയില്ല. വീതിയുള്ള വഴിക്കകത്തോട്ടേ വാഹനങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ ഒരു കാർ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാറിന് ക്രോസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ബാക്കിയുള്ളവരുടെ സ്ഥലങ്ങളിലേക്ക് കയറ്റി കൊടുക്കേണ്ടി വരുന്ന, അതും പഞ്ചായത്ത് സ്ഥലത്തിൽ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ചെടി വെച്ചും കൃഷി നടത്തിയും ഒക്കെ അങ്ങനെ മുഴുവൻ ബ്ലോക്കായിരിക്കുക. പ്രദേശവാസികളായി 22ഓളം പേർക്ക് ഇവിടെ തൊഴിൽ നൽകിയിരുന്നു. പാർക്ക് പൂട്ടിയതോടെ ഇവരുടെ ജോലിയും പ്രതിസന്ധിയിലായി. സിപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും അതും നടപ്പായില്ല. 20, 22, 25 പേര് വരെ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം ഇപ്പം അത് ചുരുങ്ങി ആകെ ഒരാൾക്കായി ഇപ്പം ജോലി. ആ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ഇപ്പം ജോലിയുള്ളൂ. നാട്ടുകാർക്ക് എല്ലാ നാട്ടുകാരും നടന്നു വരുന്ന ദൂരം ഉള്ള മാത്രം. അതായത് അവർ ഗ്രൂപ്പായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 20 പേരാണെന്നുണ്ടെങ്കിൽ അടുത്ത 20 പേര്, അങ്ങനെ പലരും ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. 20 പേരുടെ ഒരു ഗ്രൂപ്പ് വരാണ് പിറ്റേ ദിവസം, അങ്ങനെ ഒരു 6 ബാച്ചായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പാർക്കിന് നടുവിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ KSEB നടപടി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വലിയ വാഹനങ്ങൾ എത്താതെ മാസം 3 ലക്ഷത്തോളം ചെലവ് വരുന്ന പാർക്കിന്റെ പ്രവർത്തനം ലാഭത്തിലാകില്ല എന്നാണ് നടത്തിപ്പുകാരൻ പറയുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് കൂടി ഗുണമുണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ഫലത്തിൽ നിലച്ചിരിക്കുന്നത്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയമടയിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ നീലവസന്തവുമായി ഇടുക്കി വീണ്ടും കുറിഞ്ഞിപ്പൂക്കാലത്തിൽ ഒരുങ്ങുന്നു. മൂന്നാറിലെ ചൊക്രമുടി ഉൾപ്പെടെയുള്ള മലനിരകൾ അടുത്ത സെപ്റ്റംബറോടെ നീലപ്പട്ടെടുക്കും. ഈ റിപ്പോർട്ടോടെ 9 മണി പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പശ്ചിമഘട്ട മലനിരകൾ ഒരിക്കൽ കൂടി നീലവസന്തത്തിന് ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിപ്പൂക്കളാണ് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളോടെ മൂന്നാറിനെ നീലക്കടലാക്കി മാറ്റുക. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള 5 സ്വാഭാവിക പുൽമേടുകളിലാണ് പ്രധാനമായും കുറിഞ്ഞി വിരുന്നെത്തുന്നത്. ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നീ 5 കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ കുറിഞ്ഞിച്ചെടികൾ പലതും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻ വർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറി തച്ചുടച്ച 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായും തിരിച്ചുപിടിച്ചിരുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങൾ ഒഴിഞ്ഞതോടെ പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ് ചൊക്രമുടിയിൽ ഇപ്പോൾ ദൃശ്യമാകുന്ന കുറിഞ്ഞിച്ചെടികൾ. ചൊക്രമുടിക്ക് ചുറ്റും ജീവിക്കുന്ന മധുവാൻ ആദിവാസി വിഭാഗത്തിന് തങ്ങളുടെ പവിത്രമായ മലനിരകൾ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന്റെ ഒരു പുണ്യനിമിഷം കൂടിയാണിത്. ഈ നീലക്കുറിഞ്ഞ് പൂക്കുന്ന വർഷം പക്ഷേ തേനീച്ച പെരുന്തേനീച്ചൊക്കെ കടിക്കും. പക്ഷേ തേൻ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ തേനെടുത്ത് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ രാവിലും മൊത്തമായിട്ട് പൂക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറിഞ്ഞി സീസൺ പ്രമാണിച്ച് വൻതോതിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ ജില്ലാ ഭരണകൂടം അനൌദ്യോഗികമായി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവികുളം സബ് കളക്ടർ VM ആര്യയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ്, KFDC, TTPC, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് പ്രധാന തീരുമാനം. മേഖലയിലെ കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനവും കൂടുതൽ ശക്തിപ്പെടുത്തും. കർണാടക, തമിഴ്നാട്, ഗോവ സംസ്ഥാനങ്ങളിലെ പശ്ചിമഘട്ട മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂവിടാറുണ്ടെങ്കിലും മൂന്നാറിന്റെ മണ്ണിലാണ് വ്യാപകമായി പൂവിടുന്നത്. 1 മുതൽ 12 വർഷം വരെയുള്ള ഇടവേളകൾ പൂക്കുന്ന 64 ഇനം കുറിഞ്ഞികളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. ഇതിൽ 47 എണ്ണം മൂന്നാറിലുണ്ട്. ന്യൂസ് 18 ഇടുക്കി.